Hi guys, welcome back to my Drama Explainer. തക്സുവും ദൊങ്മാനും തമ്മിൽ ഫൈറ്റ് നടക്കുകയും അവർക്ക് രണ്ടുപേർക്കും സിവിയർ ആയിട്ട് പരിക്ക് പറ്റുകയും ചെയ്യുന്നു. തക്സുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ദൊങ്മാന് അവന്റെ കേൾവി ശക്തി ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇത് കാണിച്ചുകൊണ്ടായിരുന്നില്ലേ കഴിഞ്ഞ എപ്പിസോഡ് തീർന്നു പോയെ. ഇനി ഫൈനൽ എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയാലോ. ഇവിടെ സോളിയാണ് ജൂമാന്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. അവര് തമ്മിലുള്ള പ്രശ്നം തീർന്നത് കൊണ്ടല്ല കേട്ടോ, സോളിയെ രക്ഷിച്ചത് കാരണമാണല്ലോ ജൂമാന് പൊള്ളലേറ്റത്. അതും ബാക്ക് സൈഡിലാണ് പൊള്ളലേറ്റേക്കുന്നത്. അവന് സ്വന്തമായിട്ട് മരുന്ന് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോളി വന്നേക്കുന്നത്. ഈ ചാൻസ് യൂസ് ചെയ്ത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ജൂമാൻ ട്രൈ ചെയ്യുന്നത്. എന്നാൽ അത് കേട്ടോണ്ടിരിക്കാൻ സോളിക്ക് താല്പര്യം ഇല്ലതാനും. സത്യത്തിൽ ഇന്റേൺ സോളിയോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ജൂമാൻ എന്തുകൊണ്ടാണ് അവളുടെ വീട്ടിലേക്ക് വന്നത്, അന്ന് നൈറ്റ് എന്താണ് സംഭവിച്ചത്, അവിടെ എങ്ങനെയാണ് ജൂമാൻ സ്റ്റേ ചെയ്തത് എന്നൊക്കെയുള്ള എല്ലാ സത്യവും ഇന്റേൺ സോളിയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും സോളിക്ക് ജൂമാനോട് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ജൂമാൻ അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ജൂമാൻ എന്റെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കറിയാം, ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഗിവപ്പ് ചെയ്യത്തില്ല, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എത്ര ടൈം എടുത്താലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നേലും ഒരു ദിവസം നിന്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നാണ് അവൾക്ക് റിപ്ലൈ കൊടുക്കുന്നത്. ഇവിടെ ദൊങ്മാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെ മറ്റ് ടെസ്റ്റ് റിസൾട്ടുകൾ നോക്കിക്കൊണ്ട് ഡോക്ടർ ഏറെയോട് പരിക്ക് കാരണം ടെമ്പററി ആയിട്ടാണ് കേൾവിക്ക് പ്രശ്നം വന്നേക്കുന്നത്, പേടിക്കാനൊന്നുമില്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ കേൾവി ശക്തി തിരിച്ചു കിട്ടും, സോ ടെൻഷൻ ആവാൻ മാത്രം ഒന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ഏറയ്ക്ക് അവളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത്. ആവോ സമാധാനമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന സമയത്താണ് ഡോക്ടർ ഏറയോട് വേറൊരു കാര്യം പറയുന്നത്. ആ കാര്യം എന്താന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരൂ കേട്ടോ. കൺസൾട്ടേഷൻ റൂമിന്റെ വെളിയിലായിട്ട് ബിൽഡിംഗ് ഓണറും കോച്ചും ഇരിക്കുന്നുണ്ട്. ദൊങ്മാന്റെ വിവരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് ഓണർ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ബിൽഡിംഗ് ഓണറെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എന്ന് മാത്രമല്ലായിരുന്നു നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഇനിയാണ് അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പോകുന്നത്. ആക്ച്വലി ഇവരൊരു ആക്ട്രസ് ആയിരുന്നു, 1-2 പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബിൽഡിംഗ് ഓണർ ആദ്യമായിട്ട് കണ്ട സമയത്ത് ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ബിൽഡിംഗ് ഓണർ തനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയ ഒരു ഫോണ് സൂക്ഷിക്കാൻ പറഞ്ഞുകൊണ്ട് കോച്ചിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ കുറിച്ചൊക്കെയാണ് ഇവര് രണ്ടുപേരും കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ദൊങ്മാനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൻ ആരോടും സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നത് പോയിട്ട് ആ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നത് പോലും ഇല്ല. എപ്പോഴും അവൻ ബെഡിൽ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂമാൻ, സോളി, കോച്ച് ആരൊക്കെ വന്നിട്ടും അവൻ ആർക്കും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവരവനെ ഡിസ്റ്റർബ് ചെയ്യാനും പോകുന്നില്ല. അവൻ തന്നെ റിക്കവർ ആവട്ടെ എന്നാണ് അവരെല്ലാവരും ചിന്തിക്കുന്നത്. ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. ഒരു TV ഷോയിൽ ഇന്റർവ്യൂ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഏറയ്ക്ക് കിട്ടുവാണ്. ദൊങ്മാനെ പോലെയുള്ള ഫൈറ്റേഴ്സിനെയാണ് അവൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അങ്ങനെ അവൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് 2 ഫൈറ്റേഴ്സ് റിങ്ങിൽ വെച്ച് തന്നെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട് എന്ന ന്യൂസ് ഏറെ അറിയുവാണ്. ദൊങ്മാനും ഒരു ഫൈറ്റർ ആണല്ലോ, അവനും ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആലോചിച്ച് അവൾക്ക് വീണ്ടും പേടിയാവുന്നു. എന്തായാലും അവള് വീട്ടിലേക്ക് വരുന്നു. നിനക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കണം എന്നൊക്കെ അവള് ദൊങ്മാനോട് വിളിച്ചു പറയുന്നുണ്ട്. വിളിച്ചു പറയുവല്ല, അലറി കൂവാണ് ചെയ്യുന്നത്. കാരണം ദൊങ്മാന് ചെവി കേൾക്കത്തില്ലല്ലോ. എന്നാ ദൊങ്മാൻ പെട്ടെന്ന് വന്ന് ഏറെ ബാക്ക് ഹഗ് ചെയ്തുകൊണ്ട് നീ എന്തിനേ കിടന്ന് അലറുന്നേ എന്നാണ് ചോദിക്കുന്നത്. അതായത് ദൊങ്മാന്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ നിന്നെ ഒരുപാട് ടെൻഷൻ ആക്കിയല്ലേ എന്ന് ഏറയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർ രണ്ടുപേരും വെളിയിലേക്ക് വന്നേക്കുവാണ്. വന്നതല്ല, ഏറെ കൂട്ടിക്കൊണ്ട് വന്നേക്കുവാണെന്ന് വേണം പറയാൻ. ഇനിയാണ് ദൊങ്മാന്റെ കാര്യത്തിൽ ഡോക്ടർ അവസാനം ഏറയോട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യം എന്താണെന്ന് പറയുന്നത്. ആക്ച്വലി തക്സുവുമായിട്ടുള്ള ഫൈറ്റിൽ ദൊങ്മാന്റെ തലയോട്ടിയിൽ ഒരു ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണമാണ് അവന് താൽക്കാലികമായിട്ട് ചെവി കേൾക്കാതിരുന്നത്. ആ ഫ്രാക്ചറിനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് തനിയെ മാറും. എന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയും ഇതുപോലൊരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ താൽക്കാലികമായിട്ട് ചെവി കേൾക്കാതിരുന്നത് ഇനി പെർമനന്റ് ആയിട്ട് ചെവി കേൾക്കാത്ത അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നായിരുന്നു ഡോക്ടർ ഏറയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം ഏറ ദൊങ്മാനോട് ഫൈറ്റ് ചെയ്യരുതെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന ഇത്തവണ ഏറ നീ ഇനിയും ആരെങ്കിലും ഉള്ളിലേക്ക് പോകാനാണ് പ്ലാനെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്നാൽ ദൊങ്മാൻ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ വിചാരിച്ച ഒരു കാര്യവും നടന്നില്ലല്ലോ. തക്സുവായിട്ട് ഫെയർ ആയിട്ട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ഇതുപോലെ ഇൻവാലിഡ് ആയിപ്പോയി. ഏറെയാണ് ബ്രേക്കപ്പ് ആണ് എടുത്ത് മുന്നിലേക്ക് ഇട്ടേക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അവനാകെ വല്ലാത്തൊരവസ്ഥയിലായി പോകുവാണ്. തിരിച്ചു വന്ന സമയത്ത് അച്ഛനാണെങ്കിൽ അവനെ കോൾ ചെയ്ത് എടാ നീ ഒന്ന് TV ഓൺ ചെയ്ത് നോക്കിയേ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അവനെ കുറിച്ചുള്ള ഏതോ ഒരു ഷോ ടെലികാസ്റ്റ് ആവാൻ പോകുവാണ്. ആ ഷോയിൽ എന്താണുള്ളതെന്ന് അവനോ അറിയാൻ പാടില്ല. ഈ ന്യൂസ് കേട്ട് ആ ഷോ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിലേക്ക് പോയി അതിന്റെ ഓർഗനൈസേഴ്സിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ബിൽഡിംഗ് ഓണർ. ഇതുപോലൊരു ഷോ സെറ്റ് ചെയ്തത് ആരാണെന്ന് അറിയാമോ? ദൊങ്മാന്റെ സീനിയർ ആണ്. ഏറയുടെ പുറകെ നടന്ന ഒരുത്തനുണ്ടായിരുന്നില്ലേ, അവൻ തന്നെ. ഇവനും ഏറയും ദൊങ്മാനും തമ്മിൽ അത്ര നല്ലൊരു ബന്ധമൊന്നും അല്ല കേട്ടോ ഉള്ളത്. ഏറയുടെ പേര് പറഞ്ഞു ഒരു തവണ ദൊങ്മാനും സീനിയറും തമ്മിൽ തല്ല് വരെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ദേഷ്യത്തിൽ ദൊങ്മാനെതിരെ ആ ഷോയിലൂടെ എന്തെങ്കിലുമൊക്കെ ഇവൻ ചെയ്യുമോ എന്നും പറയാൻ പറ്റത്തില്ല. ദൊങ്മാൻ ഒരു പ്രശ്നം ഉണ്ടാവാൻ ബിൽഡിംഗ് ഓണർ സമ്മതിക്കത്തില്ല. അത് കാരണമാണ് ബിൽഡിംഗ് ഓണർ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഇവിടെ ഏറെയാണെ ദൊങ്മാന്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. അവനെ അവിടെ കാണാനില്ല. ഇവൻ ഇതെവിടെ പോയി എന്ന് ചിന്തിക്കുമ്പോഴാണ് മേലെ
എന്ന് സൗണ്ട് കേൾക്കുന്നത്. ഹേറാൻ അവിടെയാണല്ലോ താമസിക്കുന്നേ. ചെയർ നീക്കുന്നത് പോലെയും അതിന്റെ മേലെ നിൽക്കുന്നത് പോലെയൊക്കെയുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ഹേറാനാണെങ്കിൽ ഇപ്പൊ ഷോയും ഇല്ല, സോഷ്യൽ മീഡിയ മുഴുവൻ നെഗറ്റീവ് കമന്റ്സ് ആണ് അവൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നതും. ഇനി എങ്ങനെ അവളെ സൂയിസൈഡ് ചെയ്യാൻ പോകുവാണോ എന്ന് ചിന്തിച്ച് ഏറെ പെട്ടെന്ന് തന്നെ ഹേറാന്റെ വീട്ടിലേക്ക് പോകുവല്ല, ഇടിച്ചു കയറി ചെല്ലുവാണ് ചെയ്യുന്നത്. വിചാരിച്ചതുപോലെ തന്നെ അവിടെ ചെയറുണ്ട്. ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് നോട്ടീസും വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ ഇനി സംഗതി ഞാൻ വിചാരിച്ചത് തന്നെ ആയിരിക്കോ എന്ന് ചിന്തിച്ച ഹേറ, നീ എന്തേ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നു. സംഭവം ഹേറാനാകെ തകർന്ന അവസ്ഥയിലാണുള്ളത്. വീടിന്റെ വാടക കൊടുക്കാൻ പോലും അവളുടെ കയ്യിൽ പണമില്ല എന്ന് കരുതി സൂയിസൈഡ് ചെയ്യാനൊന്നും അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാത്റൂമിന്റെ ബൾബ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു. എന്നാൽ അവൾക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്ന ഹേറ, അയ്യേ ഇതായിരുന്നോ എന്നും ചിന്തിച്ച് ഹേറാന്റെ എതിർപ്പിനെ വകവയ്ക്കാതെ ആ ബൾബ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ദോങ്മാൻ സീനിയറെ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ദോങ്മാൻ ഹേറ എന്നോട് എപ്പോഴും പറയാറുണ്ട് നീ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന്. പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെ ആ വിശ്വാസം തെറ്റായിരുന്നു എന്ന് ഇപ്പൊ നീ തന്നെ കാണിച്ചു തന്നു എന്ന് പറയുന്നു. ഞാൻ ഏറെയോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കാര്യം നിന്നോടും ഇപ്പൊ പറയുവാണ്. ഞാനിപ്പോ പണ്ടത്തതുപോലെയല്ല, മാറിയിട്ടുണ്ട് എന്ന് സീനിയറും റിപ്ലൈ കൊടുക്കുന്നു. ഇത്രമാത്രം ഇപ്പൊ മാറ്റത്തിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവർക്കിടയിൽ എന്താ നടന്നേന്ന് അറിയണ്ടേ? അതാണ് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നത്. സീനിയറിന് ഏറെയെ ഇഷ്ടമായിരുന്നു വൺ സൈഡ് ലവ്. പക്ഷെ ഇത് സാധാരണ വൺ സൈഡ് ലവ് പോലെ ആയിരുന്നില്ല. ഏറെയെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്ത് ഒരാവശ്യവും ഇല്ലാതിരുന്നിട്ട് പോലും അവൾക്ക് ഓരോ ഗിഫ്റ്റ്സ് കൊടുക്കുന്നതും അവൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതും അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു സീനിയറുടെ ഹോബി. അങ്ങനെ ഒരു ദിവസം സീനിയർ ഗിഫ്റ്റും കൊണ്ട് ഏറെയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾക്കത് ഇഷ്ടമല്ലല്ലോ. അവള് നോ പറയുന്നു, സീനിയറെ ചീത്ത പറയുകയും ചെയ്യുന്നു. ഇതുപോലൊരു സിറ്റുവേഷനിലെല്ലാം നിർത്തി തിരിച്ചു പോകുന്നതാണ് അതിന്റെ ഒരു മര്യാദ. എന്നാൽ സീനിയർ ആണ് ഏറെയുടെ കൈ പിടിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മിലിറ്ററി സർവീസിൽ നിന്നും ലീവിന് വന്ന ദോങ്മാൻ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. അവൻ രണ്ടാമതൊന്നും ചിന്തിക്കുന്നില്ല. സീനിയർ കിട്ടുന്ന നല്ല അടിപൊളി ഒരു പഞ്ചും കൊടുക്കുന്നുണ്ട്. ഇനി മേലാ ഏറെയെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് വാൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു അവർക്ക് 3 പേർക്കും ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. സീനിയർ, നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുപോലൊരു കാര്യമായിരുന്നല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഇന്ന് ഞാൻ ടെലികാസ്റ്റ് ചെയ്ത ഷോ, അതും നിന്നെ കുറിച്ചുള്ള ഷോ നീ ഒന്ന് കണ്ടു നോക്ക്. ഞാൻ മാറിയിട്ടുണ്ടോ ഇല്ലയോ നോക്ക്, അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്നു. അതിനും മാത്രം ഇപ്പൊ ആ ഒരു ഷോയിൽ എന്താ ഉള്ളേ എന്ന് ചോദിച്ചാൽ ടക്സു വേണമെന്ന് കരുതി ദോങ്മാന്റെ തലയ്ക്ക് പോയി ഇടിക്കുമായിരുന്നല്ലോ. ഈ ഒരു കാര്യം സീനിയർ നല്ല വ്യക്തമായിട്ട് ക്യാപ്ചർ ചെയ്ത് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തേക്കുവാണ്. ടക്സു വേണമെന്ന് കരുതി ചെയ്തതാണെന്നാണ് ഈ ഒരു വീഡിയോ കണ്ട് പ്രൊഫഷണൽസ് എല്ലാവരും വിലയിരുത്തുന്നത്. പ്രൊഫഷണൽസിന് മാത്രമല്ല ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. ഈ വീഡിയോ ടക്സുവും ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് കാണുന്നുണ്ട്. എല്ലാവരും അവനെതിരെ തിരിഞ്ഞേക്കുവാണ്. കോച്ച് പറഞ്ഞത് കേട്ട് മര്യാദയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും അവന് സംഭവിക്കത്തില്ലായിരുന്നു. ഇതിപ്പോ മാനേജറുടെ വാക്കും കേട്ട് ഒരു കാട്ടുവള്ളിയാണ് ടക്സു പിടിച്ചേക്കുന്നത്. അതിനും അവൻ മാനേജറെ ചീത്ത പറയുന്നുണ്ട്. ഇവിടെ ആ ഒരു വീഡിയോ ദോങ്മാന്റെ വീട്ടുകാരും കാണുന്നുണ്ട്. ദോങ്മാന്റെ അമ്മയാണ് എന്റെ കൊച്ചിനെ അവൻ തല്ലിയെന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുവാണ്. അച്ഛനാണേലോ ഇത് സ്പോർട്സ് ആണ്, ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാനും ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ദോങ്മാന്റെ അനിയത്തി അച്ഛനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്നത്. എനിക്ക് ചേട്ടനെ കാണണം, എനിക്ക് ചേട്ടനൊരു സാധനം കൊടുക്കാനുണ്ട് എന്നാണ് അവള് പറയുന്നത്. അച്ഛനും ഇത് കേട്ട് ഷോക്ക് ആവുകയാണ്. കാരണം അവള് ദോങ്മാനോട് സംസാരിക്കാൻ പോകുമല്ലേ. 10 വർഷമായിട്ട് ദോങ്മാനോട് സംസാരിക്കാത്ത അനിയത്തി ഇപ്പൊ അവനോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം സീനിയർ ആണ്. സീനിയർ ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തത് കാരണമാണ്. സത്യത്തിൽ സീനിയറുടെ കല്യാണം കഴിഞ്ഞതാണ്, ഒരു കൊച്ചും ഉണ്ട്. ദോങ്മാൻ, പിന്നെന്തിനാ നീ ഏറെയെ കാണണമെന്നും പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നേ എന്ന് ചോദിക്കുന്നു. അവളോട് ചെയ്തത് തെറ്റായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായേ. അവളോട് സോറി പറയാൻ വേണ്ടിയിട്ടാണ് അവളുടെ അടുത്തേക്ക് പോയതും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ തെറ്റിദ്ധരിച്ചു. അതിന് നിങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം ഞാനത് അറിയിക്കുന്നുണ്ട് എന്നെല്ലാമാണ് സീനിയർ അതിന് റിപ്ലൈ കൊടുക്കുന്നത്. അവസാനം പോകുന്നതിന് മുന്നേ സീനിയർ ദോങ്മാനോട് ബിൽഡിംഗ് ഓണർ വന്ന കാര്യവും പറയുന്നുണ്ട് കേട്ടോ. ബിൽഡിംഗ് ഓണറുടെ പേര് പറഞ്ഞുകൊണ്ട് സീനിയർ അവര് വന്ന കാര്യം പറയുന്നത് കേട്ട് അവരെന്തിനായിരിക്കും ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേ എന്നാണ് ദോങ്മാൻ കൺഫ്യൂസ് ആയിക്കൊണ്ട് ചിന്തിക്കുന്നത്. ഇവിടെ ജൂമാൻ അമ്മ സോളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അവര് ബ്രേക്കപ്പ് ആയതിനു ശേഷം ജൂമാന്റെ ലൈഫ് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് അമ്മ സോളിയുടെ അടുത്തേക്ക് വന്നേക്കുന്നത്. അമ്മ അവര് ബ്രേക്കപ്പ് ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങും ഇങ്ങും തൊടാതെ ഓരോ കാരണങ്ങൾ പറയുവാണ് സോളി ചെയ്യുന്നത്. അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സത്യം പറയാൻ അമ്മ പറയുന്നു. സോളി നടന്ന എല്ലാ കാര്യവും പറയുകയും ചെയ്യുന്നു. അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്തോ പോലെ ആവുകയാണ്. അമ്മ, ജൂമാന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അവൻ നിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആണ്, എന്നിട്ടും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നീ ഇപ്പൊ ഏത് സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അഥവാ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം തീരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും ഇനി ഡിസ്റ്റർബ് ചെയ്യാൻ വരത്തില്ല. ഞാനെന്നല്ല എന്റെ ഫാമിലിയും ഇനി നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല. കാരണം ജൂമാന് നീ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് എന്നെല്ലാം ജൂമാനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവളോട് പറയുന്നു. അവര് ബ്രേക്കപ്പ് ആയതിനു ശേഷമാണ് സോളി ജൂമാന്റെ ലൈഫിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്
എന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലാവുന്നത്. അവളെ ആക്സെപ്റ്റ് ചെയ്യാനും തീരുമാനിക്കുന്നത്. ജൂമാന്റെ കാര്യം ഓർത്ത് അമ്മ വിഷമത്തിലാണ് ഇതെല്ലാം പറഞ്ഞത്. സോളിയും ഇത് കേട്ട് ആകെ സാഡ് ആവുന്നുണ്ട്. പക്ഷെ ജൂമാനെ ക്ഷമിച്ചു കൊടുക്കാൻ അവള് തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഏറെയാണെ ബിൽഡിംഗ് ഓണറുടെ അടുത്തേക്ക് ഫുഡും എടുത്ത് വന്നേക്കുവാണ്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ ഈയിടെയായി ഏറെ ചെയ്യാറുള്ള കാര്യങ്ങളാണ്. അവൾ ഇതുപോലെയെല്ലാം ചെയ്യുന്നത് കണ്ട് എനിക്ക് നന്നായിട്ട് തലവേദന എടുക്കുന്നുണ്ട്, നീ ഇപ്പൊ പൊക്കോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുവാണ് ബിൽഡിംഗ് ഓണർ ചെയ്യുന്നത്. ഇമാതിരി സ്വഭാവം കൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുന്നത് എന്നും പറഞ്ഞ് പിറുവിറുത്തുകൊണ്ട് ഏറെ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അവള് പോകുന്നതും ബിൽഡിംഗ് ഓണർ ഒരുപാട് കരയുന്നു. ഇനിയാണ് ബിൽഡിംഗ് ഓണർ ആരാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവരൊരു ആക്ട്രസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇവരൊരു അഡൽട്ട് മൂവിയിലും അഭിനയിച്ചിട്ടുണ്ട്. അതുപോലൊരു മൂവിയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പോയി അഭിനയിച്ചതൊന്നും അല്ല. ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന സാധാരണ ഒരു മൂവിയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ബിൽഡിംഗ് ഓണറെ കൊണ്ട് അതുപോലൊരു മൂവിയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ മൂവി റിലീസ് ചെയ്യുന്നതിന് മുന്നേ ബിൽഡിംഗ് ഓണറെ കുറിച്ചൊരു ആർട്ടിക്കിളും പത്രത്തിൽ വരുന്നുണ്ട്. ആ ആർട്ടിക്കിൾ പുറത്തു വരുമ്പോഴാണ് താൻ എത്രത്തോളം വലിയ ചതിയിലാണ് ചെന്ന് വെട്ടേക്കുന്നത് എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ബിൽഡിംഗ് ഓണറുടെ കുട്ടികളാണെന്ന് പറഞ്ഞ് ആ ആർട്ടിക്കിളിൽ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. ദൊങ്മാൻ, സോളി, ഏറ ഇവരുടെ ഫോട്ടോയാണ് കേട്ടോ അത്. ഈ മൂവി റിലീസ് ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രൊഡക്ഷൻ ടീമിന്റെ ഹെഡിന്റെ കൈയും കാലും പിടിച്ച് ബിൽഡിംഗ് ഓണർ എന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാലം ബിൽഡിംഗ് ഓണറുടെ കുട്ടി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനിയാണ് അത് ആരാണെന്ന് കാണിക്കുന്നത്. ദൊങ്മാൻ അല്ല, ഏറെയാണ് അവരുടെ മകള്. ഞാൻ എന്റെ മകനെ കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് ഒരു ദിവസം കോച്ചിനോട് ബിൽഡിംഗ് ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഏറെ പണ്ടേ ആൺകുട്ടികളെ പോലെയായിരുന്നല്ലോ നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മകൻ എന്ന് പറഞ്ഞത്. ബൈ ദ വേ, അമ്മ ഇതുപോലൊരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഏറെ വളരുന്നതിനനുസരിച്ച് അവൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അത് കാരണം മൂവി റിലീസ് ആവാറായതും ബിൽഡിംഗ് ഓണർ പിന്നീട് അവളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമായിരുന്നു. അത് മാത്രമല്ല, മരുമകൾ ഇതുപോലൊരു മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഏറെയുടെ അച്ഛന്റെ ഫാമിലിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെയായിരുന്നു ബിൽഡിംഗ് ഓണർ ജപ്പാനിലേക്ക് പോയത്. ഏറെയെ വിട്ടു പോകുന്നതിന് മുന്നേ അവര് ദൊങ്മാനെ കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പകരം നീ അവളെ കെയർ ചെയ്യണം, എന്തൊക്കെ സംഭവിച്ചാലും നീ അവളുടെ കൂടെ വേണം എന്നൊക്കെയായിരുന്നു ബിൽഡിംഗ് ഓണർ അന്ന് ദൊങ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ബിൽഡിംഗ് ഓണറുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന കാര്യം ദൊങ്മാൻ ഇപ്പൊ ഓർമ്മ വരുവാണ്. എങ്ങനെയാണെന്നറിയോ? സീനിയർ അവനോട് ബിൽഡിംഗ് ഓണറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കുള്ള പേര് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ അവൻ നെറ്റിൽ സെർച്ച് ചെയ്യുന്നു. ആ ആർട്ടിക്കിൾ ഉൾപ്പെടെ എല്ലാ കാര്യവും ദൊങ്മാൻ കാണുകയും ചെയ്യുന്നു. അപ്പോഴാണ് എനിക്ക് മിഠായി തന്ന ആന്റി അല്ലേ ഇത്? ഈ ആന്റി അല്ലേ അപ്പൊ ഞങ്ങളുടെ ബിൽഡിംഗ് ഓണർ? ബിൽഡിംഗ് ഓണർ ആണോ അപ്പൊ ഏറെയുടെ അമ്മ? ഏറെയെ നോക്കാനല്ലായിരുന്നു അന്ന് എന്റെ കയ്യിൽ മിഠായി തന്ന ബിൽഡിംഗ് ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നൊക്കെയാണ് ദൊങ്മാൻ ഇരുന്ന് ആലോചിക്കുന്നത്. ഇപ്പൊ അവൻ ജിമ്മിലാണ്, അനിയത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവളെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് അവള് ദൊങ്മാനോടൊന്നും സംസാരിക്കുന്നില്ല. ദൊങ്മാനെ സംബന്ധിച്ച് അവള് വന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ദൊങ്മാൻ, കൊള്ളാലോ, ഞാൻ വാങ്ങി തന്ന ഷൂ അല്ലേ നീ ഇട്ടേക്കുന്നേ? നല്ല ഭംഗിയുണ്ടല്ലോ. എന്നെ കാണാൻ വേണ്ടി നീ ഇവിടെ വരെ വന്നു, പക്ഷെ നീ എന്താ എന്നോടൊന്നും സംസാരിക്കാതെ? എന്നോടുള്ള ദേഷ്യമൊന്നും മാറിയില്ലേ എന്നെല്ലാം ചോദിക്കുന്നു. അനിയത്തി ഇപ്പൊ ദൊങ്മാൻ ഒരു ബുക്ക് കൊടുക്കുവാണ്. അതിലവൻ ചെറുപ്പം മുതലേ വിൻ ചെയ്തിട്ടുള്ള മാച്ചുകളുടെ ഫോട്ടോസും ആർട്ടിക്കിൾസും ഒക്കെയാണ് ഉള്ളത്. അതായത് ദൊങ്മാന്റെ ഫാനാണ് അവന്റെ അനിയത്തി. അവനെ ഒരു ചേട്ടനായി മാത്രമല്ല ഒരു ഹീറോ ആയാണ് അവള് കാണുന്നത്. 10 വർഷം മുന്നേ ഞാൻ കാരണമാണല്ലോ ചേട്ടൻ തോറ്റു കൊടുത്തേ എന്ന കുറ്റബോധം കൊണ്ടാണ് ഇത്രയും വർഷം അവള് ദൊങ്മാനോടൊന്നും സംസാരിക്കാതിരുന്നത്. ഇപ്പൊ ദൊങ്മാൻ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് കാരണമാണ് അവൾ അവനോട് സംസാരിക്കാൻ തുടങ്ങിയത്. എന്തായാലും ദൊങ്മാനും അവന്റെ അനിയത്തിയും തമ്മിലുള്ള എല്ലാ പ്രശ്നവും തീരുവാണ്. അതുമാത്രമല്ല, ദൊങ്മാനും തക്സുവും നടന്ന ഫൈറ്റില് ദൊങ്മാന്റെ മേലെ ഒരു തെറ്റും ഇല്ല എന്നെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നോക്കുമ്പോൾ സത്യത്തിൽ ആ ഫൈറ്റ് വിൻ ചെയ്തേക്കുന്നത് ദൊങ്മാനാണ്. കൂടെ പ്രൊമോഷൻസ്, അഡ്വർടൈസ്മെന്റ്സ്, ഇന്റർവ്യൂസ്, അങ്ങനെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവന് വരികയും ചെയ്യുന്നു. ഇത്രയും കാലം ഈ ഫൈറ്റിങ്ങിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെയോ ഏറെ സമാധാനിപ്പിച്ച് നിർത്തിയതായിരുന്നു. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഫൈറ്റിംഗ് എന്നേറെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി അതിന് പറ്റില്ല, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തേ മതിയാവൂ എന്നൊരവസ്ഥയിലാണ് ഇപ്പൊ ദൊങ്മാൻ ഉള്ളത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇനിയും തക്സുവായിട്ട് ഫൈറ്റ് ഉണ്ടാവോ, ഈ മാച്ച് വീണ്ടും വെക്കോ എന്നൊരാൾ ദൊങ്മാനോട് ചോദിക്കുന്നു. ആ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്ത് അവന് ഏറെയാണ് ഓർമ്മ വരുന്നത്. അവന് ഒരുപാട് ആലോചിക്കുന്നു. അവസാനം ഞാൻ ഫൈറ്റ് ചെയ്യും എന്നാണ് റിപ്ലൈ കൊടുക്കുന്നത്. ഇനിയും ഫൈറ്റ് ചെയ്യാൻ പോകുവാണെങ്കിൽ ബ്രേക്കപ്പ് ആവാം എന്നാണല്ലോ ഏറെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവർ രണ്ടുപേരും അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൊങ്മാൻ, ഇതിപ്പോ എന്റെ മാത്രം സ്വപ്നമല്ല, അച്ഛൻ, അനിയത്തി, കോച്ച് എല്ലാവരുടെയും സ്വപ്നമാണ്. അവരെല്ലാവരും ഞാൻ ഫൈറ്റ് ചെയ്യണം, ഞാൻ വിൻ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്കതങ്ങനെ കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ഫൈറ്റിൽ നിനക്ക് ചെവി കേൾക്കാതായപ്പോ ഞാൻ ഒരുപാട് ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു, ഒത്തിരി പേടിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ അടുത്തിരുന്ന് നിന്നെ കെയർ ചെയ്ത സമയത്ത് നീ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടതാണ്. ഇനിയും നീ ഫൈറ്റ് ചെയ്യാൻ പോകുവാണെങ്കിൽ ഇതേ അവസ്ഥ വീണ്ടും വരും. നീയും സ്ട്രഗിൾ ചെയ്യും, അതുകൊണ്ട് ഞാനും സഫർ ചെയ്യും. അതുപോലെ ടെൻഷനായി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. സോ നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം എന്ന് പറയുന്നു. ദൊങ്മാൻ ഒത്തിരി സാഡ് ആയിക്കൊണ്ട് അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറെ അതൊന്നും കേൾക്കുന്നില്ല. ഹേറാൻ പറഞ്ഞതുപോലെ നമുക്കിനി ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാനും പറ്റില്ല. ഇതുപോലെ അവസാനിക്കാനാണെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നു. ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നതായിരുന്നു നല്ലത് എന്ന് ഇമോഷണൽ ആയി പറഞ്ഞുകൊണ്ട് ഏറെ അവിടുന്ന് പോകുന്നു. ദൊങ്മാനും ഹെൽപ്ലെസ് ആണ്. അവനും ഒരുപാട് കരയുന്നു. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൊങ്മാന് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഏറെ കാണുന്നതിന് മുന്നേ അവൻ ബിൽഡിംഗ് ഓണറെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദൊങ്മാൻ,
നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി മുതൽ എനിക്ക് ഏറെ കെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ വേണം ഏറെ കെയർ ചെയ്യാൻ. എപ്പോഴും നിങ്ങൾ അവളുടെ കൂടെ വേണം എന്ന് പറയുന്നു. ബിൽഡിംഗ് ഓണറും ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ, എനിക്ക് വേണ്ടി ഏറെ നോക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്നു. അതൊരിക്കലും നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ ഏറെയുടെ കൂടെ ഉണ്ടാവുമായിരുന്നു എന്ന് ദോങ്മാൻ പറയുന്നു. ഇതൊക്കെയായിരുന്നു അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ദോങ്മാനും ഏറെയും ബ്രേക്കപ്പ് ആയിട്ട് 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. സോളി, നടന്നതൊക്കെ ചിന്തിച്ച് എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. ഇനി നമുക്ക് 4 പേർക്കും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഡ്രിങ്ക് ചെയ്യാനോ ഒന്നും പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ഏറെയാണേലോ, അത് ശരി, നീ അവർക്ക് വേണ്ടിയാണോ ഇപ്പൊ സംസാരിക്കുന്നത്? ഒരുത്തൻ നിന്നെ പറ്റിച്ചു പോയി, ഒരുത്തൻ എന്നെ വേണ്ടാന്നും പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ പോയി. അവർക്ക് വേണ്ടിയാണോ നീ ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഏറെയും ദോങ്മാനും റിലേഷനിലായതും ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്ക് ബ്രേക്കപ്പ് ആയതും ഒക്കെ ജൂമാൻ ഇപ്പോഴാണ് അറിയുന്നത്. നീ പ്രേമിക്കുകയും ചെയ്തു, ബ്രേക്കപ്പ് ആവുകയും ചെയ്തു, എന്നിട്ട് ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ തോന്നിയോ എന്നാണ് ജൂമാൻ അവനോട് ചോദിക്കുന്നത്. ജൂമാൻ എങ്ങനെ ഈ കാര്യം അറിയാനാണ്? സോളിയെ വീഴ്ത്താൻ വേണ്ടി അവക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കലും അവക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കലും ഒക്കെ ആയിട്ട് അവൻ നല്ല ബിസി ആയിരുന്നു. അതുകൊണ്ട് അവന് മറ്റുള്ളവരുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്നും അതിൽ മാറ്റമൊന്നും വരുന്നില്ല. സോളിക്ക് വേണ്ടി അവൻ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, സംസാരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സോളിക്കാണെങ്കിൽ ജൂമാനോടുള്ള ദേഷ്യത്തിൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അത് അവള് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ ദോങ്മാന്റെയും ഏറയുടെയും കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ദോങ്മാൻ ഒന്ന് ആഞ്ഞു പിടിച്ച ഏറയുടെ പിണക്കമൊക്കെ മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ അവൻ ഈ ഹിന്റൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി പുറകിലായതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ കാര്യം ഇമ്പോസിബിൾ ആണ് എന്ന് വേണം പറയാൻ. ഇപ്പൊ ഏറെ ബിൽഡിംഗ് ഓണറുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. ബോറടിക്കുന്നുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് ആ വീട്ടിൽ അവൾ ഒരു ബൊമ്മ കാണുന്നത്. കുഞ്ഞതിലെ അവൾ അതുപോലെ ഒരു ബൊമ്മ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ദോങ്മാനും സോളിക്കും ഒക്കെ അമ്മയുണ്ട്, എനിക്ക് മാത്രം അമ്മയില്ല എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് അച്ഛനെ ശല്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ എവിടെ പോയെന്നും ചോദിച്ച് അവൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മരിച്ചുപോയി എന്നായിരുന്നു അച്ഛൻ ഉത്തരവായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കള്ളം പറയുന്നതിന് മുന്നേ നിന്റെ അമ്മ വേറെ രാജ്യത്ത് പോയതാണ്, ഇന്ന് തിരിച്ചു വരും, നാളെ തിരിച്ചു വരും എന്നൊക്കെയായിരുന്നു അച്ഛൻ എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അമ്മയെ എന്നെങ്കിലും ഒരിക്കൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയായിരുന്നല്ലോ ഏറയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മയെ കാണുന്ന ദിവസം അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അവൾ ഡോൾസ് ശേഖരിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ അവൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഡോൾസിൽ ഒന്നാണ് ഇപ്പൊ ബിൽഡിംഗ് ഓണറിന്റെ കയ്യിലുള്ളത്. അത് മാത്രമല്ല, അത് ഈ വോയിസ് റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡോൾ ആയിരുന്നു കേട്ടോ. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ചെറുപ്പത്തിൽ തന്നെ സൗണ്ട് കേട്ട് ഏറയ്ക്ക് ഡൗട്ട്സ് വരാൻ തുടങ്ങുവാണ്. നിങ്ങൾ ആരാ, ഈ ഡോൾ എങ്ങനെയാ നിങ്ങളുടെ കയ്യിലെത്തിയേ എന്നേറെ ബിൽഡിംഗ് ഓണറോട് ചോദിക്കുന്നു. അവരതിന് ആൻസർ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ആ ഫോട്ടോസ് ഉൾപ്പെടെ എല്ലാ ക്ലൂ ഒന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഏറയ്ക്ക് തന്നെ അതിന്റെ ഉത്തരം കിട്ടുവാണ്. ഇത്രയും കാലം മരിച്ചു എന്ന് വിചാരിച്ച ആള് പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആർക്കാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതുപോലെ ഏറയ്ക്കും അതിന് സാധിക്കുന്നില്ല. എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഒന്നും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇത്ര കാലം ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നേ? ഇവിടെ ബിൽഡിംഗ് ഓണറായി വന്നതിന് ശേഷവും ഞാൻ ഒരുപാട് തവണ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്നിട്ടിങ്ങനെ നിങ്ങൾക്ക് ഈ കാര്യം പറയാൻ തോന്നിയോ എന്നൊക്കെയാണ് ഏറെ നോൺ സ്റ്റോപ്പ് ആയി ചോദിക്കുന്നത്. അമ്മയ്ക്കാണേലോ എന്താ സംഭവിച്ചേ, എന്തുകൊണ്ട് അവളെ കാണാൻ വരാതിരുന്നേ എന്ന കാര്യം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ല. അതിനു മുന്നേ ഏറെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഇവിടെ ഏറെ അവളുടെ വീട്ടിൽ കാണാത്തത് കാരണം ഹേറാൻ ദോങ്മാനെ വിളിച്ച് അവനൊരു ടിഫിൻ ബോക്സ് കൊടുക്കുവാണ്. അത് ഏറയ്ക്ക് കൊടുക്കാനാണ് പറയുന്നത്. കാരണം ഹേറാൻ കുക്ക് ചെയ്യാറില്ല എന്നറിഞ്ഞതിന് ശേഷം ഏറെ എപ്പോഴെല്ലാം ഫുഡ് കുക്ക് ചെയ്യുന്നു അതിൽ നിന്നൊരു പങ്ക് ഹേറാന് കൊടുക്കാറുണ്ട്. ആ ടിഫിൻ ബോക്സ് ആണ് ഈ ടിഫിൻ ബോക്സ്. ഹേറാൻ ഇതിലേറെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ കഞ്ഞിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് നീ മിലിറ്ററിയിലേക്ക് പോകുന്ന സമയത്ത് നിന്റെ ഡോർ സൈഡിൽ ഒരു ഫുഡ് ഉണ്ടായിരുന്നില്ലേ, ആ സെയിം ഫുഡ്. അന്ന് നീ വിചാരിച്ചത് നിനക്ക് വേണ്ടി കുക്ക് ചെയ്തതും നിന്നെ വെയിറ്റ് ചെയ്തിരുന്നതും ഒക്കെ ഞാനായിരുന്നു എന്നല്ലേ? എന്നാൽ സത്യത്തിൽ അത് അങ്ങനെ ആയിരുന്നില്ല. നിനക്ക് വേണ്ടി കുക്ക് ചെയ്തതും നിന്നെ വെയിറ്റ് ചെയ്തിരുന്നതും എല്ലാം ഏറെയായിരുന്നു, ഞാനായിരുന്നില്ല. പിന്നെ എന്റെ കല്യാണത്തലേന്ന് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഏറെയാണ് എന്നെ കൺവിൻസ് ചെയ്തത്. നീ ഇപ്പൊ അവനെ കണ്ട് നാളെ വേറൊരാളെ കല്യാണം കഴിച്ചാൽ അതൊരിക്കലും അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും അവന് സഹിക്കാൻ പറ്റില്ല. ദയവ് ചെയ്ത് ഇതുപോലുള്ള ക്രൂരത ഇനിയും നീ അവനോട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചത് അവളായിരുന്നു എന്നെല്ലാം പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ ദോങ്മാനോട് പറയുന്നു. അപ്പോഴാണ് ദോങ്മാനും ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഹേറാന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവനെങ്ങാൻ വല്ല പൊട്ടബുദ്ധിക്ക് സൂയിസൈഡ് ചെയ്താലോ എന്ന് കരുതി ദോങ്മാനെ എങ്ങോട്ടും അനങ്ങാൻ സമ്മതിക്കാതെ ഏറെ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. സാധാരണ എല്ലാരും ബ്രേക്കപ്പ് ആയ ക്ഷീണിച്ചു പോകാറാണ് പതിവ്. ഇവിടെ ഞാൻ 3 കിലോ കൂടി എന്ന് ദോങ്മാൻ അവളോട് പരാതി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന ദോങ്മാനോട് ഹേറാൻ, നിനക്കൊരു പെർഫെക്റ്റ് ആയ ലൈഫ് പാർട്ണർ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അത് ഏറെ തന്നെയാണ്, അവളെ നീ മിസ് ചെയ്യരുത് എന്നൊരു അഡ്വൈസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ബിൽഡിംഗ് ഓണർ ആണെങ്കിൽ അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്താണ് അവരുടെ മകൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആക്ച്വലി ഇത് ബയോളജിക്കൽ സൺ അല്ല കേട്ടോ, ജപ്പാനിലേക്ക് പോയതിനു ശേഷം അഡോപ്റ്റ് ചെയ്ത് വളർത്തിയതാണ്. കൊറിയയിൽ അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടെന്ന് അവനറിയാം. അഥവാ അമ്മ കൊറിയയിലേക്ക് വരികയും ആ കുട്ടി അമ്മയുടെ ലൈഫിലേക്ക്
വരികയും ചെയ്താൽ തനിക്ക് കിട്ടുന്ന സ്നേഹം ഇല്ലാതാവോ എന്ന പേടി അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊറിയയിലെത്തി അന്ന് തൊട്ട് നമുക്ക് ജപ്പാനിലേക്ക് തിരിച്ചു പോകാം എന്ന് അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എപ്പോഴും ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ബിൽഡിംഗ് ഓണർ ഓരോ കാരണങ്ങൾ പറയാറാണ് പതിവ്. എന്നാ ഇന്ന് നമുക്ക് തിരിച്ചു പോകാം, അതിനു മുന്നേ നീ ആ ഫോൺ വാങ്ങിയിട്ട് വരണം, ദോങ്മാന്റെ കോച്ചിന്റെ കയ്യിലാണ് ഞാൻ ആ ഫോൺ കൊടുത്തിട്ടുള്ളത് എന്നാണ് ബിൽഡിംഗ് ഓണർ അവനോട് പറയുന്നത്. അവൻ ആ ഫോൺ വാങ്ങുന്നു. ഇത്രമാത്രം ആ ഫോണിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ അവന് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. സോ അവനത് ഓപ്പൺ ചെയ്ത് നോക്കുകയും ചെയ്യുന്നു. അതിലെന്തൊക്കെയോ കാര്യമായിട്ടുള്ള ഡേറ്റാസ് ആണുള്ളതെന്നാണ് അവൻ ആദ്യം വിചാരിച്ചിരുന്നത്. അതിൽ ഡേറ്റാസ് ഒന്നുമല്ല, ഏറയുടെ ഫോട്ടോസ് കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് എന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ദൂരെ ആയിരുന്നെങ്കിലും ഏറയുടെ എല്ലാ കാര്യവും അമ്മ അറിയാറുണ്ടായിരുന്നു. അവൾ എവിടെയാ പഠിക്കുന്നത്, അവളുടെ ലൈഫ് എങ്ങനെയാ മുന്നോട്ട് പോകുന്നത് എന്നുള്ള എല്ലാ കാര്യവും അമ്മ അന്വേഷിക്കാറുണ്ടായിരുന്നു. നീ ഫോൺ കാണുമ്പോൾ വ്യക്തമാണ്. അവളുടെ ഫോട്ടോസ് മാത്രമല്ല കേട്ടോ, അവന്റെ ഫോട്ടോസും ഉണ്ട്. രണ്ടുപേരെയും അമ്മ ഒരുപോലെയാണ് കാണുന്നതെന്ന് ആ നിമിഷമാണ് അവൻ റിയലൈസ് ചെയ്യുന്നത്. ഇതറിയുന്നതും അവൻ നേരെ പോകുന്നത് അമ്മയുടെ അടുത്തേക്കല്ല, ഏറയുടെ അടുത്തേക്കാണ്. അമ്മയും ഏറയും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറാൻ ഈ ഫോണാണ് ഏറ്റവും നല്ല വഴി എന്ന് അവൻ അറിയാമായിരുന്നു. ഇത് നിനക്ക് തരണം എന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് പറ്റുവാണെങ്കിൽ ഈ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് അവൻ ആ ഫോണും കൊടുത്ത് തിരിച്ചു പോകുവാണ് ചെയ്യുന്നത്. ആ ഫോൺ നോക്കുന്ന സമയത്ത് അവൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. നേരെ അച്ഛന്റെ അടുത്തേക്ക് വരുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു. വീട്ടുകാരുടെ ടോർച്ചർ കാരണമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കായത് എന്ന് കരുതി നീ നിന്റെ അമ്മയെ തെറ്റിദ്ധരിക്കരുത്. അവൾ നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അവളായിരുന്നു നിന്റെ ചിലവ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നീ തൊട്ടതിനെല്ലാം ഒത്തിരി പണം ചെലവായിട്ടുണ്ടെന്ന് നിനക്കറിയാലോ. എന്റെ കയ്യിൽ എവിടുന്ന് അത്രയും പണം, അതെല്ലാം നിന്റെ അമ്മയായിരുന്നു നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് എന്നെല്ലാമാണ് അച്ഛൻ അവളോട് പറയുന്നത്. ഇത്ര വർഷമായിട്ടും അമ്മ എന്നെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന ദേഷ്യമായിരുന്നു ഏറയ്ക്ക് അമ്മയോട് ഉണ്ടായിരുന്നത്. അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമായിരുന്നു, അതിപ്പോ ക്ലിയർ ആവുകയും ചെയ്തിട്ടുണ്ട്. സോ അമ്മയെ ആക്സെപ്റ്റ് ചെയ്യാൻ അവളെ തീരുമാനിക്കുന്നു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അവളെ ചെയ്യുന്നത് കോൺടാക്റ്റിൽ നെയിം ചേഞ്ച് ചെയ്യലാണ്. ബിൽഡിംഗ് ഓണർ എന്നും പറഞ്ഞ് സേവ് ചെയ്ത് വെച്ച നമ്പർ അവൾ അമ്മ എന്ന് മാറ്റുവാണ്. അങ്ങനെ 2 മാസം കഴിയുന്നു. ഇവരുടെ 4 പേരുടെ ലൈഫിൽ ഒരുപാട് കാര്യത്തിൽ ചേഞ്ച് വരുന്നുണ്ട്. ഏറെ ഫസ്റ്റ് ഫീമെയിൽ റിംഗ് അനൗൺസർ എന്ന നിലയിൽ ഓരോ ദിവസവും ഫേമസ് ആയിക്കൊണ്ടിരിക്കുവാണ്. സോളിയാണെങ്കിൽ അവളുടെ ജോബ് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ജൂമാന് മാറ്റമൊന്നുമില്ല, സോളിയോട് ഇപ്പോഴും സോറി ചോദിച്ചുകൊണ്ട് നടക്കുവാണ്. പിന്നെ ദോങ്മാൻ അവന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 മാസം കൊണ്ട് ജോൺ കാർലോസ് നല്ല അടിപൊളിയായിട്ട് എല്ലാ ടെക്നിക്കും അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവന് അറിയാത്ത സ്കില്ലൊന്നുമില്ല എന്ന് വേണം പറയാൻ. ഇവിടെ ഏറയുടെ അമ്മ അവരുടെ മകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ജപ്പാനിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ, സത്യത്തിൽ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ എനിക്ക് ഏറെയായിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് കരുതി അവൾക്ക് പകരമായിട്ടാണ് നിന്നെ ഞാൻ വളർത്തിയത് എന്ന് നീ വിചാരിക്കരുത്. എന്ന് നിന്നെ അഡോപ്റ്റ് ചെയ്തോ അന്ന് മുതൽ നീ എന്റെ മകനാണ്. നീ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇല്ലെങ്കിൽ എന്റെ ലൈഫിന്റെ കാര്യത്തിൽ എന്നോ തീരുമാനമായിട്ടുണ്ടാവുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് അമ്മയ്ക്ക് തന്നോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ, അമ്മ ഇവിടെ ഏറയുടെ കൂടെ നിന്നോ, ജപ്പാനിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, എന്റെ കൂടെ 20 വർഷത്തോളം ഉണ്ടായിരുന്നില്ലേ, അവളുടെ കൂടെ അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷമെങ്കിലും സ്പെൻഡ് ചെയ്യേ എന്ന് പറയുന്നു. ഇത് കേട്ട അമ്മ ഒത്തിരി ഹാപ്പി ആകുവാണ്. ഈ 2 മാസം കൊണ്ട് തക്സൂനും ചേഞ്ച് വന്നിട്ടുണ്ട്. ദോങ്മാനെ തോൽപ്പിക്കാൻ വേണ്ടി മാനേജറിന്റെ കൂടെ ചേർന്ന് ചെയ്ത എല്ലാ കാര്യവും തെറ്റായിരുന്നു എന്ന ബോധം അവൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ഈ ഒരു റിയലൈസേഷൻ വന്നതുകൊണ്ട് തന്നെ അവൻ നേരെ കോച്ചിന്റെ അടുത്ത് ചെന്ന്, എനിക്ക് ദോങ്മാനുമായിട്ട് ഫൈറ്റ് ചെയ്യണം, ഈ മാച്ചിൽ ഞാൻ ജയിച്ചാലും തോറ്റാലും ഒന്നും കുഴപ്പമില്ല, പക്ഷെ അവന്റെ കൂടെ എനിക്ക് ഫെയർ ആയിട്ട് ഫൈറ്റ് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന സമയത്ത് കോച്ചിനും അവന്റെ മേലെ ഒരു വിശ്വാസം വരുവാണ്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന് ദിവസം വരുവാണ്. ദോങ്മാനും തക്സുവും തമ്മിലുള്ള ഫൈറ്റ്. ഏറെയാണ് ആ മാച്ച് അനൗൺസ് ചെയ്യുന്നത്. ഈ മാച്ച് കാണാൻ വേണ്ടി ദോങ്മാന്റെ ഫാമിലിയും ഏറയുടെ ഫാമിലിയും സോളിയും ജൂമാനും എല്ലാവരും വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ദോങ്മാനും തക്സുവും റിംഗിലേക്ക് വരുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ തവണയും ദോങ്മാൻ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഏറെ കണ്ണടച്ചിരിക്കാറാണ് പതിവ്. എന്നാൽ ഇപ്രാവശ്യം അവൾ ആ പതിവ് തെറ്റിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ധൈര്യം സംഭരിച്ച് അവൾ ആ മാച്ച് കാണുന്നുണ്ട്. ദോങ്മാൻ ഗ്രൗണ്ട് ലെവൽ ഫൈറ്റിംഗിൽ വീക്ക് ആണെന്ന് തക്സുവിന് അറിയാമല്ലോ. സോ അവൻ ലാസ്റ്റ് മാച്ച് പോലെ തന്നെ ദോങ്മാനെ ഗ്രൗണ്ടിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ദോങ്മാൻ ആണെങ്കിൽ അത് കാര്യമാക്കുന്നില്ല, അവോയ്ഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. എന്നാൽ തക്സു അത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. നിനക്ക് ഇപ്പോഴും ഗ്രൗണ്ട് ലെവൽ ഫൈറ്റിംഗ് പേടിയാണോ, നീ ഇപ്പോഴും ഇതൊന്നും പഠിച്ചില്ലേ എന്ന് ചോദിച്ച് അവനെ പ്രവോക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. അതുപോലെ ദോങ്മാനെ പ്രവോക്ക് ചെയ്തതാണ് തക്സു ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വേണം പറയാൻ. കാരണം ഇത്തവണ ദോങ്മാനാണ് തക്സുവിനെ ഗ്രൗണ്ടിലേക്ക് ഇടുന്നത്. തക്സുവിന് ഒരു ഗ്യാപ്പ് പോലും കൊടുക്കുന്നില്ല. അടിപൊളിയായിട്ട് ദോങ്മാൻ സ്കോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് തക്സുവും മാനേജറും ഒക്കെ, ഇവൻ ഇതെങ്ങനെയാ 2 മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ഈ സ്കില്ലൊക്കെ പഠിച്ചെടുത്തേ എന്നാണ് ചോദിക്കുന്നത്. അവർക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവസാനമായിട്ട് ദോങ്മാന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ലേ, ആരും അറിയാതെ
തക്സു കോപ്പി അടിച്ച് ഇത്രയും കാലം ചെയ്തുകൊണ്ട് നടന്ന ടെക്നിക്ക് അത് ദോങ്മാൻ തക്സുവിന്റെ നേരെ ട്രൈ ചെയ്യുവാണ്. ഒരേ ഒരു അടിയാണ് അടിക്കുന്നത്. ആ ഒരു അടിയിൽ തക്സുവിനെ ദോങ്മാൻ വെറും 27 സെക്കൻഡ് കൊണ്ട് നോക്ക് ഔട്ട് ചെയ്യുന്നു. സ്മൂത്ത് ആയിട്ട് ആ മാച്ച് വിൻ ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവൻ ആലോചിക്കുന്നത് ഇത്രയും കാലം അവന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ്. 10 വർഷം മുന്നേ തക്സുവിന് തോറ്റു കൊടുത്തതും അതിനുശേഷം ഇഷ്ടമില്ലാത്തൊരു ജോലിക്ക് പോയതും സീനിയറുടെ വായിന്ന് ചീത്ത കേട്ടതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടതും പിന്നീട് ഫൈറ്റിങ്ങിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇഞ്ചുറി പറ്റിയതും അത് തന്നെ വലിയൊരു പ്രശ്നമായതും ഉൾപ്പെടെ എല്ലാ കാര്യവും അവന്റെ മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ ഒത്തിരി സഫർ ചെയ്തതിനു ശേഷമാണ് ഇന്ന് ദോങ്മാൻ ഇത് അച്ചീവ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കാണുന്ന ഏറെ സന്തോഷം കാരണം കരയുവാണ് ചെയ്യുന്നത്. ഏറെ മാത്രമല്ല ഏറെയുടെ ഫാമിലിയും ദോങ്മാന്റെ ഫാമിലിയും ജൂമാനും സോളിയും എല്ലാവരും ഇമോഷണൽ ആവുകയാണ്. ടിവിയിലൂടെ ഫൈറ്റ് കണ്ട ഹേറാനും ഒരുപാട് ഹാപ്പി ആവുന്നു. കോച്ചും ഒരുപാട് ഹാപ്പിയാണ്. കോച്ച് ആഗ്രഹിച്ചത് എന്താണോ അതാണ് ദോങ്മാൻ കോച്ചിന് വേണ്ടി നേടിക്കൊടുത്തേക്കുന്നത്. എല്ലാം നല്ല അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ഇന്റർവ്യൂ അല്ലേ? ആ ഇന്റർവ്യൂ ചെയ്യേണ്ടതാരാ? ഏറെയാണല്ലോ. സാധാരണ എല്ലാവരുടെയും പോലെ തന്നെ ഈ വിജയത്തെ കുറിച്ച് 2 വാക്ക് പറയാനാണ് ഏറെയും ദോങ്മാനോട് പറയുന്നത്. മടിച്ചാണ് ചോദിക്കുന്നതെന്ന് മാത്രം. ഗ്രൗണ്ട് ലെവൽ ഫൈറ്റിംഗ് എനിക്ക് പേടിയായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനത് ഓവർകം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ദോങ്മാൻ അതിന് പ്രൊഫഷണൽ ആയിട്ട് റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഫോർമൽ ആയിട്ട് സംസാരിച്ച് എല്ലാവരും റിങ്ങിന്ന് പോകുന്നുണ്ട്. എന്നാൽ ദോങ്മാൻ ഏറെ പോകാൻ സമ്മതിക്കുന്നില്ല. അവര് തമ്മിലുള്ള പ്രശ്നം ഇതുവരെ പറഞ്ഞു തീർത്തിട്ടില്ലല്ലോ. ബ്രേക്കപ്പ് ആയ സമയം കൊണ്ട് ഏറെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന കാര്യം ദോങ്മാന് നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ ദോങ്മാൻ അവളോട് ഈ ഡേറ്റ് ചെയ്യുന്നതും ബ്രേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ മറന്നേക്ക്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രപ്പോസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോ നിന്റെ ഫൈറ്റിങ്ങോ എന്നാണ് ഏറെ തിരിച്ചു ചോദിക്കുന്നത്. ദോങ്മാൻ നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഗാലറിയിൽ ഇരിക്കുന്ന എല്ലാവരും ഇത് കണ്ട് ഹാപ്പി ആവുന്നു. ഇതിന്റെ ഇടയിൽ ജൂമാനും സോളിയോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. ഇനി എന്താ കല്യാണം അല്ല. ഇത് കാരണം ദോങ്മാനും ഏറെയും നല്ല ബിസിയാണ്. ഇൻവിറ്റേഷൻസ് സെറ്റ് ചെയ്യുന്നു, സ്കിൻ കെയർ ചെയ്യുന്നു. 2 പേർക്കും നിന്ന് തിരിയാൻ ടൈമില്ല. എങ്കിലും ഏറെയും അവളുടെ അമ്മയും തമ്മിലുള്ള റിലേഷന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അവരിപ്പോ നോർമലായ ഒരു അമ്മയെയും മകളെയും പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഹേറാനാണേലോ ഇനി ആരെയും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് കരുതി ഏറെക്ക് സ്പെഷ്യൽ ആയ ഒരു ലെറ്റർ എഴുതി വെച്ച് ആ സ്ഥലത്തുനിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ കോച്ച് ദോങ്മാന്റെ കൂടെ ചേർന്ന് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അതായത് കോച്ചിനെയും ദോങ്മാനെയും പിരിക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്നർത്ഥം. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ദോങ്മാനും ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതിൽ നിന്നും പൂർണ്ണമായിട്ട് അവൻ വിട്ടു നിൽക്കുന്നൊന്നുമില്ല. പിന്നെ മാർഷൽ ആർട്സിന്റെ ഫീൽഡിൽ തന്നെയാണ് അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതും. ബൈ ദി വേ നാളെയാണ് ഏറെയുടെയും ദോങ്മാന്റെയും വിവാഹം നടക്കാൻ പോകുന്നത്. തലേന്ന് നൈറ്റ് ഫാന്റാസ്റ്റിക് ഫോർ ഇപ്പൊ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇവർക്ക് 4 പേർക്കും വേറെ വേറെ ആഗ്രഹങ്ങളായിരുന്നില്ലേ ഉണ്ടായിരുന്നത്. അവർക്ക് ഇഷ്ടമില്ലാത്ത ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതും. എന്നാൽ പിന്നീട് ഒരു സിറ്റുവേഷനിൽ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന വിചാരം നിർത്തി സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി വർക്ക് ചെയ്തതുകൊണ്ടാണ് ദോങ്മാൻ വീണ്ടും ഒരു ഫൈറ്റർ ആയതും ഏറെ ഒരു അനൗൺസർ ആയതും സോളി സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ തുടങ്ങിയതും ജൂമാന് പ്രമോഷൻ കിട്ടിയതും എല്ലാം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് 4 പേർക്കും എന്തായിരുന്നോ വേണ്ടിയിരുന്നത് അത് അവര് നേടിയെടുത്തു. ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് അവര് ഡ്രിങ്ക് ചെയ്യുന്നതും. ഇപ്പൊ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്, എന്താ പറയാ പട്ടാപ്പകലായിട്ടുണ്ട്. ഏറെ എഴുന്നേറ്റിരുന്ന് ദൈവമേ ഇന്നെന്റെ കല്യാണം അല്ലേ, എന്നിട്ട് ഞാൻ ഇവിടെയാണോ കിടന്നുറങ്ങിയേ, ഞാൻ എന്താ ഇപ്പോഴും ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ എന്നൊക്കെ പിറുപിറുത്തോണ്ടിരിക്കുവാണ്. ദോങ്മാൻ ഇത് കേട്ട് കല്യാണമോ നീ വല്ല സ്വപ്നവും കണ്ടോ എന്നാണ് ഏറെയോട് ചോദിക്കുന്നത്. കൂടെ ജൂമാനും സോളിയും ശരിയാണല്ലോ നീ ആരെയാ കെട്ടാൻ പോകുന്നേ, എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ഏറെയാണല്ലോ അയ്യോ ഇതെല്ലാം ഞാൻ സ്വപ്നം കണ്ടതാണോ എന്നും പറഞ്ഞ് വിശ്വാസം വരാതെ വീണ്ടും പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവക്ക് വട്ടായതെങ്ങാനാണോ എന്നാണ് അവള് ചിന്തിക്കുന്നത്. എന്നാ അവക്ക് വട്ടായതല്ല, ദോങ്മാൻ അവളെ വട്ടാക്കിയതാണ്. ദോങ്മാനും ജൂമാനും സോളിയും ഏറെയെ പറ്റിച്ചതായിരുന്നു. ഏറെ പറ്റിക്കപ്പെടുകയും ചെയ്തു. അവളെ പറ്റിച്ച സന്തോഷത്തിൽ ദോങ്മാൻ ഒരുപാട് ഹാപ്പി ആവുന്നു. കൂടെ തന്നെ നിന്നെ ഞാൻ ലൈഫ് ലോങ് ഇതുപോലെ വട്ടാക്കാൻ പോകുക എന്ന് ഏറെയോട് പറയുകയും ചെയ്യുന്നു. ഇതുപോലൊരു ഹാപ്പി എൻഡിങ് തന്നുകൊണ്ടാണ് ഫൈറ്റ് ഫോർ മൈ വേ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.